ഹലോ, വെൽക്കം ടു മോംസ് റൊട്ടീൻ. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടെന്ന് കരുതുന്നത്. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, നമ്മളുടെ സുഖമായിട്ട് പോകുന്നുണ്ട്. ഇന്ന് നമ്മുടെ ഒരു ഫുൾ ഡേ റൊട്ടീനാണ് കാണിക്കുന്നത്. ഇതിൽ നമ്മൾ എളുപ്പത്തിൽ ചെയ്യുന്ന കുക്കിംഗ് ഉണ്ട്, എളുപ്പത്തിൽ ചെയ്യുന്ന ക്ലീനിങ് ഉണ്ട്, പിന്നെ നമ്മൾ ഒരു സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റ്, നല്ല ടേസ്റ്റോട് കൂടിയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഫ്രിഡ്ജ് എപ്പോഴും നീറ്റും ക്ലീനും ആയിട്ടിരിക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയാണ് സാധനങ്ങൾ ഓർഗനൈസ് ചെയ്ത് വെക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെയാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ളായിട്ട് കണ്ടു നോക്കുക. കണ്ടിട്ട് ഇഷ്ടമാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യട്ടെ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ നമ്മുടെ രാവിലത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യുക എന്നുള്ളത് നമ്മളെ വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് അറിയാം. അപ്പോൾ നമ്മൾ നിസ്കാരം എക്സസൈസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഇതാ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇറങ്ങിയ ഉടനെ തന്നെ ഞാൻ ഫസ്റ്റായിട്ട് ചെയ്യുന്നത് മുറ്റടിക്കാനൊന്നും ചേട്ടാ, കുറച്ച് ഇലകൾ ഇങ്ങനെ പൊഴിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഇതുണ്ട്, ഒരു ചെറിയ ഒരു പ്ലാന്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് വീഴുന്ന ഇലകൾ, അങ്ങനെ നമ്മളെ പ്ലാന്റ്സിൻ്റെ മുകളിൽ നിന്ന് വീഴുന്ന ഇലകളാണ് നമ്മളെ മുറ്റത്ത് ഉണ്ടാവല്. അപ്പോൾ കൂടുതൽ ഞാൻ ഇങ്ങനെ പെറുക്കി എടുത്ത് കളയലാണ് ചെയ്യൽ, നമ്മൾ ഈസിക്ക് വേണ്ടിയിട്ട്. ചില ദിവസങ്ങൾ കൂടുതലായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ അടിച്ചു വരലുള്ളൂ. അപ്പോൾ ഞാൻ ആ പൊഴിഞ്ഞ് കിടക്കുന്ന ഇലകളൊക്കെ ഒന്ന് എടുത്ത് കളയാണ് ഫസ്റ്റായിട്ട് ചെയ്യുന്നത്. മുറ്റത്ത് കാര്യമായിട്ടൊന്നും ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. ചെറിയ ഇലകളും കാര്യങ്ങളൊക്കെ ഒരു കുറച്ചെണ്ണമൊക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ പെറുക്കി കളിയാണ് നമുക്ക് ഈസി ഇട്ടാ. അപ്പോൾ അതണ്ട് കഴിഞ്ഞിട്ട് ഞാനിനി കിച്ചണിൽ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഫ്രണ്ട് ഭാഗമൊക്കെ ഒന്ന് ക്ലിയർ ആക്കിയിട്ട് നമ്മളുടെ ഉള്ളിലൊക്കെ കയറി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അടിക്കുക തുടക്കുക ഒന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് ഒതുക്കി പെറുക്കി, മുറ്റത്ത് എന്തെങ്കിലും ഇലകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അടിച്ചു വാരുക, അല്ലെങ്കിൽ ഒന്ന് എടുത്ത് കളിയൊക്കെ ചെയ്തിട്ടൊന്ന് കിച്ചണിലേക്ക് വരുമ്പോൾ ഒരു സമാധാനം കേട്ടോ, ഫ്രണ്ടേജ് ഉണ്ട് വൃത്തിയായി കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മൾ കിച്ചണിൽ വന്നിട്ട് ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു ഈസിയിലുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ എന്നും ദോശ അല്ലെങ്കിൽ എന്നും ഉണ്ടാക്കണത് ഇന്നിങ്ങനെ മാറി മാറി ഉണ്ടാക്കി കൊടുത്താലാണ് എല്ലാവർക്കും ഇഷ്ടം ഉണ്ടാവുക. പിന്നെ നമുക്ക് ഈസിയിൽ എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റും അതൊക്കെയാണ് ഞാൻ നോക്കി ചെയ്യൽ. അപ്പോൾ ഒരു 2 കിഴങ്ങ്, ഉരുളൻകിഴങ്ങ് കേട്ടോ, അത് ഞാൻ ഒന്ന് മുറിച്ചിട്ട് ഒന്ന് വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. കുക്കറിൽ ഒരു വിസിലടിച്ച് കഴിഞ്ഞാൽ മതി. അപ്പോൾ അത് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ട് ഞാൻ ഇനി അതിലേക്കുള്ള ബാക്കി കൂടി മുറിച്ചെടുക്കുകയാണ്. അപ്പോൾ അതിന് ഞാൻ ഒരു വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമ്മൾ ഇനി ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ അത് നമുക്ക് ചോപ്പറിലിട്ടിട്ട് ചെയ്യട്ടോ. ഈ വലിയ ഉള്ളിയൊക്കെ നമ്മൾ നല്ല നൈസാക്കിയിട്ട് നമുക്ക് അരിഞ്ഞെടുക്കണം. അപ്പോൾ അത് അങ്ങനെ ചെയ്യുക. ഞാനിപ്പോൾ ഈസിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചോപ്പറൊന്നും എടുക്കാൻ വേണ്ടി നിന്നിട്ടില്ല. വേഗം ഇങ്ങനെ നൈസാക്കി ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കറിയും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഈസിയിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. പിന്നെ നമുക്കതിലേക്ക് ആവശ്യമുള്ളത് ഒരു വലിയ ഉള്ളി ഞാൻ ചെറുതായ പീസാക്കിയിട്ട് കട്ടാക്കിയിട്ട് നൈസാക്കി എടുക്കണം. എന്നിട്ട് കട്ടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 വെളുത്തുള്ളിൻ്റെ 4 എടുത്തിട്ട് ഇതുപോലെ തന്നെ ചെറിയ ഇതാക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പച്ചമുളക് ഇട്ടാൽ എരിവിന് ആവശ്യമുള്ളത് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ഒരെണ്ണം അതേമാതിരി ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മളെ കിഴങ്ങൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഒരു നുള്ളു ഉപ്പിട്ടിട്ട്, കിഴങ്ങിൽ ഉപ്പിടാതെയാണ് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു നുള്ളു ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് നല്ല ടേസ്റ്റും ഉണ്ടാവും, എന്നാൽ നല്ല പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉണ്ടാക്കുക. പിന്നെ കുട്ടികൾ സ്കൂളിൽ വരുമ്പോൾ കൊടുക്കുക. ഇഷ്ടപ്പെടും കേട്ടോ, എന്തായാലും ഇഷ്ടപ്പെടും. കാരണം കിഴങ്ങും ഈ മസാലകളും കൂടി കൂടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അപ്പോൾ നമ്മൾ ആ കിഴങ്ങ് ഉടച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സ്പൂണ് ചില്ലി ഫ്ലേക്സും ഒരു കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വലിയ ഉള്ളിക്കും ഇനിയിപ്പോൾ നമ്മൾ മാവ് ഉണ്ടാക്കുന്നുണ്ട്, അപ്പോൾ അതിനൊക്കെ കൂടിയുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിനി ഇട്ട് കൊടുക്കണം മൈദയാണ്. മൈദ ഞാൻ കുറച്ചും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. നമുക്ക് എത്ര ആവശ്യമുള്ള വെച്ചാൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഏകദേശം ഒരു കപ്പ് 1.5 കപ്പിൻ്റെ അടുത്തുണ്ടാവും. അങ്ങനെ ഞാൻ ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ മിക്സാക്കി എടുക്കുകയാണ്. അങ്ങനെ അപ്പോൾ നമ്മൾ ഒന്നിച്ച് വെള്ളം ഒഴിക്കണ്ട, അങ്ങനെ കുറേശ്ശെ ഒഴിച്ചിട്ട് അതിൻ്റെ തിക്നെസ് നോക്കിയിട്ട് വേണം വെള്ളം ഒഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറേശ്ശെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുകയാണ് ഇനി ചെയ്യുന്നത്. ഇതിങ്ങനെ മൈദയിൽ ഉണ്ടാക്കി തന്നെ കഴിച്ചാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. നമ്മൾ ഗോതമ്പ് പൊടി എടുത്തു കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് വരില്ല. അപ്പോൾ മൈദയിൽ തന്നെ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ അങ്ങനെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമ്മളിങ്ങനെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും സിമ്പിളാക്കിയിട്ട് എടുക്കുക കേട്ടോ. വേഗം ഫുഡ് കഴിക്കുകയും ചെയ്യണം, നമ്മൾ നേരത്തെ കഴിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നേരത്തെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല, മാവ് അരച്ചിട്ടാക്കുന്നതിനോട് ഇവിടെ കൂടുതൽ ഇഷ്ടം. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കലുണ്ട്. പിന്നെ ഇങ്ങനെ മാറി മാറി ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇത് സ്കൂളിൽ വരുന്ന സമയത്ത് നമുക്ക് മക്കൾക്ക്
ഉണ്ടാക്കി കൊടുക്കട്ടെ. അവർക്ക് ഇഷ്ടപ്പെടും. ചൂടോട് കൂടി ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. കറിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ കട്ടൻ ചായൻ്റെ കൂടെ അങ്ങനെ കഴിക്കുക. അങ്ങനെ നമ്മളിതാ മിക്സാക്കി എടുത്തിട്ടുണ്ട്. കുറേശ്ശെ വെള്ളം ഒഴിച്ച് മിക്സാക്കി എടുത്ത് പിന്നെ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്നും കൂടി ഇളക്കി കൊടുത്ത് ഈ തിക്നെസ്സിലാണ് കേട്ടോ നമ്മൾ എടുക്കേണ്ടത്. കൂടുതൽ വെള്ളമായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് പരത്തിയെടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അങ്ങനെ നമ്മളിതാ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് എണ്ണ ആക്കി കൊടുത്തിട്ടുണ്ട്, ഓയിലാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിത് ഒഴിച്ചു കൊടുത്തിട്ട് സിമ്മിലിട്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിം ആയും കുഴപ്പമില്ല. അപ്പോൾ സിമ്മിലിട്ടതിന് ശേഷം ഇങ്ങനെ മെല്ലെ ഒന്ന് നമ്മൾ പരത്തി കൊടുക്കുക. മെല്ലെ അങ്ങനെ പരത്തി കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ കിഴങ്ങൊക്കെ വേവിച്ചിട്ട് ഉടച്ചിട്ടാണ് ഇട്ടെടുത്തത്, അതുകൊണ്ട് ഇത് പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. പിന്നെ അങ്ങനെ സവാള ആയാലും വലിയ ഉള്ളിയൊക്കെ നമ്മൾ നൈസാക്കിയിട്ട് കട്ട് ചെയ്യണം എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. നമ്മൾ ഈ മാവിൽ ഒഴിച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്ന കാരണം കൊണ്ട് ഒക്കെ നൈസാക്കി ചെയ്യണം നല്ലത്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ കുറച്ചും കൂടി ഓയിൽ പുറത്താക്കിയിട്ട് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അത് അങ്ങനെ സിമ്മിൽ കിടന്ന് അങ്ങനെ വേവട്ടെ. ആ ഒരു സമയം കൊണ്ട് ഇങ്ങനെ കിടന്നിങ്ങനെ മുരിയുമ്പോഴാണ് നല്ല ടേസ്റ്റ് വരിക കേട്ടോ. അങ്ങനെ അവിടെ കിടക്കുന്ന സമയം കൊണ്ട് ഞാൻ അപ്പോൾ ആയ പാത്രങ്ങളൊക്കെ കണ്ട് കഴുകി വെക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ എന്ത് കുക്ക് ചെയ്യുമ്പോഴും അങ്ങനെ ചെയ്താൽ മതി. കുറേ പാത്രങ്ങൾ ലാസ്റ്റേക്ക് ഇട്ടിട്ട് സിങ്കിൽ നിരത്തിയിട്ടിട്ട് ലാസ്റ്റ് കണ്ട് കഴുകാമെന്ന് കരുതി കഴിഞ്ഞാൽ കിച്ചണിൽ നിന്ന് പണിയെടുക്കാൻ ഒരു ഇതും ഉണ്ടാവില്ല. നമുക്ക് തന്നെ ഒരു ബോറായിട്ട് തോന്നും. പിന്നെ ഒരു വൃത്തിയുള്ള കിച്ചണിൽ നിന്ന് പണിയെടുക്കുമ്പോഴല്ല നമുക്കൊരു ഇത് കിട്ടുക, ഒരു സന്തോഷവും ഒരു ഇഷ്ടത്തോടു കൂടി ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ആ ഉള്ള പാത്രങ്ങൾ എന്തൊക്കെയാണ് എടുത്തിട്ടുള്ളത് ആ പാത്രങ്ങൾ ഉടനെ തന്നെ അങ്ങനെ കഴുകി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഞാനെപ്പോഴും കുറച്ച് പാത്രങ്ങൾ കൊണ്ട് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കലുണ്ട്, കുക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കലുണ്ട്. പിന്നെ അത് ഉടനെ തന്നെ കഴുകി വെക്കാനും ശ്രമിക്കലുണ്ട് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുക്കിംഗ് വളരെ ബോറായിട്ട് തോന്നും. എടുത്താലും തീരാത്തൊരു പണിയായിട്ട് കുക്കിംഗ് മാറും. അപ്പോൾ കുക്കിംഗ് ഈസി ആക്കാനുള്ള വഴികൾ നമ്മൾ തന്നെയാണ് കണ്ടെത്തേണ്ടത്. നമ്മളെ പണികൾ ഈസി ആക്കാനുള്ള വഴികളും നമ്മൾ തന്നെ കണ്ടെത്തുക. അപ്പോൾ ഒരുപാട് നേരം എനിക്ക് പണിയെടുത്തിട്ട് തീരുന്നില്ല, അങ്ങനെയുള്ള കുറേ കമൻറ്റുകൾ എനിക്ക് വരുന്നുണ്ട്. എന്താണ് ചെറിയ മക്കൾ വെച്ചിട്ട് ചെയ്തിട്ട് പണി തീരുന്നില്ല, അതൊരു വിഷയം തന്നെയാണ്. നമുക്ക് ചെറിയ മക്കളായിട്ട് പണിയെടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അതിന് നമ്മൾ സൊല്യൂഷൻ നമ്മളെ കൊണ്ട് എന്താണ് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കട്ടെ. കുറേ കട്ടിങ് ചെയ്ത് വെക്കുക മക്കൾ ഉറങ്ങുന്ന സമയത്ത്. കുറച്ച് പാത്രങ്ങൾ വെച്ചിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പാത്രങ്ങൾ പരക്കണ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, അങ്ങനെയുള്ളതൊക്കെ നോക്കട്ടെ. അല്ലാതെ നമ്മൾക്ക് ഇത് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. നമ്മൾ ചെയ്യേണ്ട പണികൾ നമ്മൾ എന്തായാലും ചെയ്യണം. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ഓരോരോ അപ്പങ്ങളായിട്ട് ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ചൂട് കൊടുക്കാൻ തന്നെ മക്കൾക്കും ഞങ്ങളൊക്കെ അങ്ങനെ കഴിക്കും. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈസിയിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് തന്നെ എനിക്ക് രാവിലെ കുട്ടികൾക്ക് കറി ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ഇങ്ങനെ ഇഷ്ടം. പിന്നെ കറി ഉണ്ടാക്കുമ്പോൾ കുറേ പാത്രങ്ങൾ പരക്കും, പിന്നെ അത് കഴുകാൻ വേണ്ടി നിൽക്കണം, അങ്ങനെ സമയം മെനക്കെടാണ്. അപ്പോൾ അതൊക്കെ ആലോചിച്ചിട്ട് ഞാൻ ഇങ്ങനെയുള്ളതൊക്കെയാണ് ഉണ്ടാക്കി കൊടുക്കൽ. അങ്ങനെ നമുക്ക് പണിക്ക് കുറവ് വരുത്തുന്ന കാര്യങ്ങൾ നമ്മൾ തന്നെ കുറേ കണ്ടെത്തി നോക്കുക. ഇത് കണ്ടില്ല, നല്ല ടേസ്റ്റാണ് ടൈ. അപ്പോൾ നല്ല സോഫ്റ്റാണ്. നല്ല അതൊക്കെ കിഴങ്ങും സവാളൊക്കെ അതിൽ വെന്തിട്ട് നല്ല മസാല ഒക്കെ ഇട്ട് കണ്ടല്ലോ. നമ്മൾ മുളക് പൊടിയും ചില്ലി ഫ്ലേക്സൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കുമ്പോൾ മല്ലിയിലൊക്കെ കൂടുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്ക്, മക്കൾക്ക് ഇഷ്ടപ്പെടും എന്തായാലും. അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ചു. ഇനി നമ്മൾ കിച്ചൺ ഞാൻ പറഞ്ഞല്ലോ, ആ ഉടനെ ആയ പാത്രങ്ങൾ ഞാൻ അപ്പോൾ തന്നെ കഴുകിയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഞാൻ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് ഒന്ന് തുടച്ചും കൂടി എടുക്കും. നമ്മൾ എന്തെങ്കിലും ഒരു ലിക്വിഡ് സ്പ്രേ ചെയ്താണ്ട് ഒന്ന് ജസ്റ്റ് ഒറ്റ പ്രാവശ്യം ഒന്ന് വൈപ്പ് ചെയ്തിട്ട് എടുക്കും കൂടി ചെയ്യും. അപ്പോൾ കിച്ചൺ അവിടെ വൃത്തിയാക്കി എടുക്കും, സ്മെല്ലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇനി അകങ്ങൾ ശരിയാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഓരോന്ന് എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ളത് നമ്മൾ കണ്ടെത്തട്ടാ. നമ്മുടെ പണി എല്ലാ വീട്ടിലും ഒരുപോലെ അല്ലല്ലോ, എല്ലാ വീട്ടിലും വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ നമ്മുടെ പണി എവിടെ നിന്ന് എങ്ങനെ തുടങ്ങിയാലാണ് പെട്ടെന്ന് തീരുക എന്നുള്ളത് നമ്മൾ തന്നെ കണ്ടെത്തിയാൽ മതി. അങ്ങനെ പിന്നെ ഞാൻ ചെയ്യുന്നത് എൻ്റെ രീതികളാണ് കേട്ടോ കാണിക്കുന്നത്. പിന്നെ ഞാനിതാ ഉള്ളിൽ വന്നിട്ട് ഇനി റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീനാക്കി ഇടുകയാണ്. എല്ലാ മുകൾ ഭാഗങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കിയതിന് ശേഷം അടിച്ചു വാരി തുടക്കുക. അങ്ങനെയാണല്ലോ ചെയ്യേണ്ടത്. എല്ലാ സാധനങ്ങളും ഒതുക്കി പെറുക്കി ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കി, സാധനങ്ങൾ എന്തെങ്കിലും പരന്നെടുക്കണമെങ്കിൽ അതെടുത്ത് വെച്ച് അതിൻ്റെ ശേഷമാണ് നമ്മൾ അടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കാൻ പാടുള്ളൂ, അടിക്കാനും തുടക്കാനൊക്കെ. അപ്പോൾ ഈ ബെഡ്ഷീറ്റ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാറ്റിയെടുക്കും. അതൊരു വൃത്തിയാണല്ലേ, റൂമിൽ ബെഡ്ഷീറ്റ് മാറ്റുക. പിന്നെ സാധനങ്ങൾ കൊണ്ടൊക്കെ ഒന്ന് മാറി വെച്ച് കൊടുക്കുക, ഒന്ന് മാറ്റങ്ങൾ വരുത്തുക, അല്ലെങ്കിൽ പ്ലാന്റ്സൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക. അങ്ങനെ വീടിൻ്റെ ഓരോരോ ഭാഗങ്ങളിൽ ഇങ്ങനെ ചെറിയ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ ഒരു ഫ്രഷ്നെസ് നമുക്ക് കിട്ടും. നമ്മളെ മനസ്സിനും കിട്ടും, നമ്മളെ വീടിനും കിട്ടും. അങ്ങനെ ഞാൻ ബെഡ്ഷീറ്റ് ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്.
എലാസ്റ്റിക്കിൻ്റെ ബെഡ്ഷീറ്റാണ് ഞാൻ കൂടുതൽ യൂസ് ആക്കൽ കേട്ടോ. അപ്പോൾ അതാകുമ്പോൾ അങ്ങനെ കറക്റ്റിന് അവിടെ കിടന്നോളും. ഇനി നമ്മൾ പഴയ ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റ് എടുത്തിട്ട് ഇനി മെഷീനിൽ കൊണ്ടിടുകയാണ്. ഈ ഒരു സമയത്ത് നമുക്ക് അലക്കാനിടാം കേട്ടോ. നമ്മൾ ഈ തുടക്കണേൻ്റെ അടിക്കണേൻ്റെ ഒക്കെ മുന്നേ നമ്മൾ ആദ്യം രാവിലെ തന്നെ അലക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണീൻ്റെ ഇടയിലോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കൽ കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ അലക്കാൻ വേണ്ടിയിട്ടുള്ളത് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ എല്ലാവരും മെഷീനിൽ തന്നെ ആയിരിക്കും. അല്ലാത്തവരുണ്ടെങ്കിൽ കല്ലിൽ അലക്കണവരുണ്ടെങ്കിൽ രാവിലെ തന്നെ അലക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ നമ്മൾ പിന്നെ അതിട്ടതിന് ശേഷം ഞാൻ ആ റൂമിലത്തെ പ്ലാന്റ് ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഇൻഡോർ പ്ലാന്റ്സ് വെക്കുമ്പോൾ എപ്പോഴും ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പുറത്ത് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതാണ്, ഹെൽത്തി ആയിട്ടുള്ള ഇൻഡോർ പ്ലാന്റ്സ് ആയിരിക്കും. പിന്നെ ഒരു ചെറിയ പറഞ്ഞ പോലെ തന്നെ ചെറിയ ചെറിയ മാറ്റങ്ങൾ, ചെറിയ പ്ലാന്റ് ഇങ്ങനെ മാറി മാറി വെക്കുമ്പോൾ അതൊരു കാണാനൊരു ഭംഗിയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ പ്ലാന്റ് ഒന്ന് മാറ്റി കൊടുക്കുകയാണ് ഇനി ചെയ്യുന്നത്. ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ എണീറ്റ ഉടനെ തന്നെ റെഡിയാക്കിയിട്ട് എണീക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ അങ്ങനെ മാറ്റിയെടുക്കുമ്പോൾ അപ്പോൾ പിന്നെ അതേപോലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിൻ്റെ ശേഷം ഒന്ന് റൂമൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടാൽ മതി. എല്ലാ ഭാഗവും ഒന്ന് നീറ്റാക്കി ഇടുക. എന്നിട്ട് നമ്മൾ അടിക്കാനും തുടക്കാനൊക്കെ നിൽക്കുക. അപ്പോൾ നീറ്റായി കിടക്കുന്ന ഒരു വീട്ടിൽ അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള നല്ല വൃത്തിയുള്ളൊരു വീടായിട്ടാണ് നമുക്ക് തോന്നുക. ഒന്നും വീട്ടിൽ കാണാത്ത രീതിയിലാണ് നമ്മളെല്ലാ സാധനങ്ങളും വെക്കേണ്ടത്. അതിൻ്റെതായ സ്ഥാനങ്ങളും കണ്ടെത്തുക എല്ലാത്തിനും. അങ്ങനെ പിന്നെ നമ്മൾ തന്നെ സിറ്റ് ഔട്ടൊന്ന് തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ സിറ്റ് ഔട്ട് തുടച്ചിട്ട് പിന്നെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഫ്രണ്ട് ഭാഗം അടച്ചിടാലോ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ആദ്യം ഞാൻ സിറ്റ് ഔട്ട് തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നും വൈകുന്നേരങ്ങളിൽ ഞാൻ വീടിൻ്റെ ഉൾഭാഗങ്ങളൊക്കെ ഒന്ന് അടിച്ചു വാരി എടുക്കലുണ്ട് കേട്ടോ. പിന്നെ രാത്രി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു 6 മണി സമയത്തൊക്കെ അല്ലെങ്കിൽ മഗ്‌രിബിൻ്റെ മുന്നായിട്ട് വീടിൻ്റെ ഉൾഭാഗങ്ങളൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ട് വൃത്തിയാക്കിയിട്ട് കഴിഞ്ഞാൽ രാത്രിയിൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നും വീട്ടിൻ്റെ ഉള്ളിലൊന്നും ആവില്ല. രാവിലെ നേരത്തെ തന്നെ പിന്നെ നമ്മളിത് ചെയ്യുന്നതുമാണ്, അടിക്കുക തുടക്കുകയൊക്കെ ക്ലീനിങ്ങിൻ്റെ പണിക്കും നിൽക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്ന കാരണം കൊണ്ട് തന്നെ ചില ദിവസങ്ങളൊന്നും അടിച്ചു വരാറില്ല കേട്ടോ. അപ്പോൾ ഒന്നുമില്ല, വീട്ടിൻ്റെ ഉള്ളിലൊന്നുമില്ല തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അടിക്കില്ല. അതേപോലെ നേരിട്ട് അങ്ങോട്ട് തുടക്കാൻ വേണ്ടിയാണ് ശ്രമിക്കൽ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഓരോരോ വീടിൻ്റെ രീതികൾക്ക് അനുസരിച്ചിട്ടായിരിക്കും, നമ്മൾ പെരുമാറുന്നതിനനുസരിച്ചിട്ടായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മൾക്ക് പണി കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജീവിതശൈലിയിലും അല്ല നമ്മളുടെ പണികളിലും അല്ലെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഇതിപ്പോൾ കേടെടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പരത്തിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ വൃത്തിയാക്കണ്ടേ എന്നുള്ള ബോധം നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പണികൾക്കൊക്കെ അല്ലെങ്കിൽ നമ്മളുടെ രീതികൾക്കൊക്കെ മാറ്റം വരുത്താൻ നമുക്ക് പറ്റൂട്ടാ. അപ്പോൾ അങ്ങനെ പിന്നെ തുടക്കുമ്പോൾ എല്ലാവർക്കും ഉള്ളൊരു വിഷയം എന്ന് പറഞ്ഞാൽ വീട്ടിൻ്റെ ഉള്ളിൽ നന്നായിട്ട് മുടി ഉണ്ടാവും എന്നുള്ളതാണ്, മുടി പൊഴിഞ്ഞിട്ടുണ്ടാവും എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഉള്ള സമയങ്ങളിൽ അതല്ല പകലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് വെച്ചിട്ടൊക്കെ ഒന്ന് മുടിയൊക്കെ വാർന്ന് ഉണ്ടാട്ടാ. ബാക്കിലൊക്കെ നമ്മുടെ വീടിൻ്റെ കിച്ചൻ്റെ ബാക്കിലൊക്കെ ഉണ്ടാവുമല്ലോ, അവിടെയൊക്കെ പോയിട്ട് മുടി വാർന്നിട്ട് അങ്ങനെയൊക്കെ മുടി കെട്ടാനൊക്കെ കുട്ടികളൊക്കെ ഒന്ന് പഠിപ്പിച്ച് കൊടുക്കുക. വീടിൻ്റെ ഉള്ളിൽ നിന്ന് മുടി നമ്മൾ വൈകുന്നേരങ്ങളിലൊക്കെ കുട്ടികളൊക്കെ ഒന്ന് മുടിയൊക്കെ ഒന്ന് പിന്നിടാനൊക്കെ ആണെന്നുണ്ടെങ്കിലൊക്കെ പുറത്ത് പോയി കെട്ടൊക്കെ കളഞ്ഞിട്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ മക്കളോടൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ഈ മുടി ഉണ്ടാവും എന്നുള്ള പ്രശ്നം ഉണ്ടാവില്ല. നമ്മളെ വീട്ടിൻ്റെ ഉള്ളിൽ കഴിയുന്നതും മുടി ഇല്ലാതിരിക്കാൻ വേണ്ടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രമിക്കുക. കുളിക്കുന്നതിൻ്റെ മുന്നേയും നമ്മൾ മുടിയിലൊക്കെ എണ്ണാക്കിയിട്ടൊക്കെ മുടിയൊക്കെ നേരാക്കുമ്പോഴൊക്കെ ഞാനും മോളൊക്കെ പുറത്ത് പോയിട്ടാണ് ചെയ്യൽ. അതുകൊണ്ട് ആ മുടിൻ്റെ വിഷയം ഉണ്ടാവില്ല. ഈ മുടി ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ നല്ല പണിയാണ് കിട്ടും. തുടക്കുമ്പോൾ നല്ല ദേഷ്യം വരും. അപ്പോൾ പിന്നെ അടിക്കാതെ നമുക്ക് തുടക്കൽ എന്തായാലും നടക്കില്ല. അപ്പോൾ അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ പുറത്തൊക്കെ പോകുമ്പോൾ നമുക്ക് എന്തായാലും മിററൊക്കെ നോക്കിയിട്ട് തന്നെയാണ് മുടി കെട്ടാനൊക്കെ പറ്റുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞ ഈ 2 സമയങ്ങളിൽ നമുക്ക് പുറത്ത് പോയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അടിച്ചു വാരിയിട്ടാണ് തുടക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു പ്രാവശ്യം തുടച്ചു പോകും കേട്ടോ. ഒറ്റ പ്രാവശ്യം പെട്ടെന്ന് വലിച്ചു പോകും. അപ്പോൾ തന്നെ നല്ല ക്ലിയർ ആവും. അടിക്കുമ്പോൾ തന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ പോകുമല്ലോ. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ അതല്ല നമ്മളിങ്ങനെ അടിക്കാതെ ദിവസങ്ങളിൽ ഞാൻ 2 പ്രാവശ്യമാണ് തുടക്കൽ. അപ്പോൾ ഫസ്റ്റ് ഒന്ന് തുടച്ചു പോകും, പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം കൊണ്ട് തുടച്ചു പോകുമ്പോൾ നല്ല നീറ്റായിട്ട് കിടക്കും. പിന്നെ നമ്മൾ ഈ കട്ടിലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഗ്യാപ്പ് ഇട്ടുകൊണ്ട് ഇടാൻ വേണ്ടി ശ്രമിക്കുക. ഫർണിച്ചേഴ്സൊക്കെ ഒന്ന് ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡ് ഭാഗവും അടിഭാഗമൊക്കെ തുടച്ചു പോകാനും അടിച്ചു പോകാനും എളുപ്പമാണ്. പൊടിയും കാര്യങ്ങളൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ്. പിന്നെ ഞാൻ പറഞ്ഞ ഈ ഒരു മുടി എന്ന് പറഞ്ഞ സംഭവം കട്ടിൻ്റെ അടിയിൽ കട്ടിൻ്റെ കാലിൻ്റെ അടക്കം പോയി കിടക്കും. അപ്പോൾ അതൊക്കെ ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടും നന്നായിട്ടൊന്ന് തുടച്ച് വരാനൊക്കെ നല്ലതാണ് ഇങ്ങനെ ഗ്യാപ്പ് ഇട്ടിട്ട് കിടക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ 2 പ്രാവശ്യം തുടക്കണുണ്ട്. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം ഇങ്ങനെ കാണിക്കണുള്ളൂ കേട്ടോ. അങ്ങനെ എല്ലാ ഭാഗവും ഒന്ന് തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്.
ഓരോ വീട്ടിലും ഓരോ രീതിക്കല്ല ഓരോ പണികളും നടക്കുന്നത്. ചില വീടുകളിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യം തുടക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ 4 ദിവസം കൂടുമ്പോൾ തുടക്കുന്നവരുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ചിലരൊക്കെ എന്നോട് പറയലുണ്ട് ഞാൻ 2 ദിവസം കൂടുമ്പോഴാണ് തുടക്കുക, അല്ലെങ്കിൽ ഒന്നട വിട്ടിട്ട് ഒരു ദിവസം അടിച്ചു വാരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം തുടക്കുള്ളൂ എന്നുള്ളത്. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. നമ്മളെ വീട്ടിൽ വൃത്തി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ദിവസം കൂടുമ്പോൾ തുടക്കുക, അല്ലെങ്കിൽ 3 ദിവസം കൂടുമ്പോൾ തുടക്കുക. നമ്മളെ വീട്ടിൽ മക്കളോടൊക്കെ നമുക്ക് പറയട്ടെ പരത്തിടാതിരിക്കാൻ വേണ്ടിയിട്ടും അതൊക്കെ ഒരു ശീലമാക്കി കൊടുക്കുക. ഇനി പെട്ടെന്ന് നമുക്ക് എവിടേക്കെങ്കിലും പോകേണ്ട ആവശ്യങ്ങൾ വരികയാണെന്നൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അപ്പോഴൊക്കെ നമുക്ക് പിന്നെ ഇങ്ങനെ കുട്ടികളൊക്കെ വൃത്തിയാക്കി ഇടുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ടെൻഷൻ ഉണ്ടാവില്ല. അപ്പോൾ എൻ്റെ മോന് ഇതിൻ്റെ ഇടയിൽ ഒരു സ്റ്റെയറിൻ്റെ മുകളിൽ ഒരു ബുക്ക് വെച്ചിട്ടുണ്ടായിരുന്നിട്ടാണ്, ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഞാനിത് എഡിറ്റ് ചെയ്യുമ്പോഴാണ് കാണുന്നത് വോയിസ് കൊടുക്കുമ്പോൾ. അപ്പോൾ അവന് അതെടുത്തിട്ട് ഓടുന്നുണ്ട്. ഞാൻ കണ്ട ചീത്ത അറിയുന്ന എഴുതിയിട്ടാണ് ഇപ്പോൾ അതിട്ടടുത്ത് വേഗം കൊണ്ടുപോയി വെക്കേണ്ട സ്ഥലത്ത് തന്നെ. അപ്പോൾ പെട്ടെന്ന് അങ്ങനെ എവിടെയെങ്കിലും മാറി വെക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ സ്റ്റെയറിൻ്റെ മുകളിലൊന്നും വെക്കാൻ ഞാൻ അയക്കലില്ല. സ്റ്റെയർ എന്നും തുടക്കാനും അടിക്കാനൊക്കെ ഒന്ന് ശ്രമിക്കുക. അടിച്ചു വരുമ്പോൾ സ്റ്റെയർ ഒന്ന് അടിച്ചു വരിക. തുടക്കണ ദിവസമാണെങ്കിൽ ഒന്ന് തുടക്കും കൂടി ചെയ്യട്ടെ. അപ്പോൾ സ്റ്റെയറിൻ്റെ മുകളിൽ പൊടിയും കാര്യങ്ങളൊക്കെ താഴെ നിങ്ങൾ നോക്കുമ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഒരു വൃത്തിയിടാണത്. അപ്പോൾ അത് ഞാനിന്നും ചെയ്യലുണ്ട്. അങ്ങനെ എല്ലാ ഭാഗവും അങ്ങനെ തുടച്ച് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു സമയം എടുക്കുന്നത് എന്നുള്ളത് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഈ തുടക്കാൻ എനിക്ക് സമയം എടുക്കുന്നത് ഒരു 10 മിനിറ്റ് മതിട്ടാ. ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് എല്ലാ ഭാഗവും നല്ല വൃത്തിക്ക് തുടച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഇങ്ങനെ ഒരു തുടച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എല്ലാ ഭാഗവും തുടച്ച് വൃത്തിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വീട്ടിൻ്റെ ഉള്ളിൽ ആരെങ്കിലും കയറി വരിക, അല്ലെങ്കിൽ നമ്മൾക്ക് തന്നെ ഒരു പോസിറ്റിവിറ്റി തോന്നുമല്ലോ. നമ്മളെ വീട് എപ്പോഴും നീറ്റായിട്ടും ഓർഗനൈസ്ഡ് ആയിട്ടും കിടക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു പോസിറ്റിവിറ്റി വരും. അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ മടി കൂടാതെ പെട്ടെന്ന് അങ്ങോട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇത് ഇപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ ഇത് വൃത്തിയില്ലാതെ കിടന്നു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് നമ്മൾ തന്നെ അത് വേഗം എടുത്ത് തീർക്കാൻ വേണ്ടി ശ്രമിക്കുക. വേസ്റ്റിനും നമ്മൾ എന്നും കഴുകാൻ വേണ്ടിയിട്ട് ശ്രമിക്കട്ടെ. അതെല്ലാവരും കഴുകുന്നുണ്ടാവും, എന്നാലും അതൊക്കെ നമ്മൾ എന്നും ചെയ്യേണ്ട ഓരോരോ കാര്യങ്ങളാണ്. അത് നമ്മൾ വേഗം കണ്ടെടുത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീടും നീറ്റായിട്ടിരിക്കും, നമ്മൾ നീറ്റായിട്ടിരിക്കും. അങ്ങനെയാണ്. അപ്പോൾ ഞാൻ പിന്നെ നമ്മൾ മുകളിൽ 2 റൂമാണുള്ളത്. അവിടെ ഞാൻ തുടക്കൽ ആഴ്ചയിലൊരു പ്രാവശ്യമാണ് തുടക്കൽ. അപ്പോൾ അധികം യൂസേജ് ഇല്ലാത്ത കാരണം കൊണ്ട് എന്നാലും പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആഴ്ചയിൽ പ്രാവശ്യം തുടക്കണം. പിന്നെ 2 ദിവസം കൂടുമ്പോൾ എന്തായാലും അടിച്ചു വാരും ചെയ്യണം. അപ്പോഴാണ് വീടിൻ്റെ മുക്കുമൂലയും എല്ലാ ഭാഗവും ക്ലീനായിട്ട് കിടക്കുള്ളൂ. പിന്നെ ക്ലീനിങ് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് കേട്ടോ. ക്ലീനിങ് ഇത് ചെയ്യുമ്പോൾ എന്തോ ഒരു പ്രത്യേക ഇഷ്ടമാണ്. അപ്പോൾ കുക്കിംഗ് ചെയ്യുമ്പോൾ അത് കാണുന്നില്ലല്ലോ, ഇത് ക്ലീൻ ചെയ്ത് കിടക്കുമ്പോൾ നല്ലൊരു വൃത്തിയായിട്ട് തോന്നും. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട പണികളിൽ എനിക്ക് കൂടുതൽ ഇതുതന്നെയാണ്, ക്ലീനിങ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് പണിയും ഇഷ്ടത്തോടു കൂടി ചെയ്യുക, അപ്പോഴാണ് അതിനൊരു പ്രത്യേക ഭംഗി വരുള്ളൂ അല്ലേ. അപ്പോൾ കഷ്ടപ്പെട്ട് ചെയ്യാതെ ഇഷ്ടപ്പെട്ട് ചെയ്യാമെന്ന് പറയുമല്ലോ, അത് ഇതാണ്. അങ്ങനെ അപ്പോൾ എല്ലാ ഭാഗവും ജസ്റ്റ് ഇങ്ങനെ തുടച്ച് പോകുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞ 2 പ്രാവശ്യമായിട്ട് ഞാൻ നന്നായിട്ടൊന്ന് തുടക്കുന്നുണ്ട് ഇന്ന്. ഇനിയിപ്പോൾ 2 ദിവസത്തിന് ഞാൻ തുടക്കില്ല, നല്ല ക്ലീൻ തന്നെ ആയിട്ടിരിക്കും കേട്ടോ. പിന്നെ ഈ ഫുഡ് കഴിക്കുമ്പോഴും കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ തന്നെ വീടിൻ്റെ താഴത്തൊന്നും കളയാതെ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെയൊക്കെ ആകുമ്പോൾ പിന്നെ അങ്ങനെ ഒന്നും തുടക്കേണ്ട ആവശ്യമൊന്നുമില്ല. 2 ദിവസം കൂടുമ്പോഴാണ് പിന്നെ ഞാൻ തുടക്കൽ, നന്നായിട്ട് തുടച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ എനിക്കിഷ്ടമുള്ളത് ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളത് കേട്ടോ. ഓരോരോ ഭാഗങ്ങളിലും അങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നത് ഇഷ്ടമാണ്. അതിങ്ങനെ ചെയ്യുന്നതും അത് കാണുന്നതൊക്കെ എന്തൊരു പ്രത്യേക ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ജോലിയാണ് ഇഷ്ടം? നമ്മൾ വീട്ടമ്മമാരാണ് സ്ഥിരമായിട്ട് എന്നും ഒരേ ജോലികൾ ചെയ്തു പോകുന്നവരാണ്. ചിലർക്ക് ഇത് മടുത്തിട്ടുണ്ടാവും, മടുപ്പായിരിക്കും എന്ത് ജോലി എടുക്കുമ്പോഴും ഇത് തന്നെയല്ല ദിവസം എൻ്റെ ജോലി എന്ന് പറയുമ്പോൾ. പക്ഷെ അതിലൊരു രസം എന്തെങ്കിലും ഒന്ന് കണ്ടെത്താൻ വേണ്ടി നമ്മൾ തന്നെ ശ്രമിക്കുക. ഞാൻ പറഞ്ഞല്ലോ, അത് നമ്മുടെ വീടാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഭംഗി വരുത്തുക എന്നുള്ളത് നമ്മൾ തന്നെ ചിന്തിച്ചിട്ട് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ എന്തെങ്കിലും വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ മടി ഉണ്ടാവില്ല കേട്ടോ, ഈ മടുപ്പുണ്ടാവില്ല. പണിയോടുള്ളൊരു മടുപ്പൊക്കെ നമുക്ക് കുറഞ്ഞു കിട്ടും. നിങ്ങൾക്ക് ഏത് പണിയാണ് കൂടുതൽ ഇഷ്ടം എന്നുള്ളതൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് ക്ലീനിങ് ആണ്. അപ്പോൾ ചിലർക്ക് നല്ല കുക്കിങ്ങിനോട് ഇഷ്ടമുള്ളവരുണ്ടാവും, നല്ല വെറൈറ്റി കുക്ക് ചെയ്യാനും അത് വെക്കാനൊക്കെ ഇഷ്ടമുള്ളവരുണ്ടാവും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് കുക്കിങ്ങിനോട് ഇഷ്ടക്കുറവൊന്നുമില്ല. പക്ഷേ നമ്മളിത് തന്നെ പാത്രങ്ങൾ പരക്കുന്നത് ഇഷ്ടമല്ല. അങ്ങനെ പരന്ന്
അങ്ങനെയൊന്നും ഇഷ്ടമില്ലാത്ത കാരണം കൊണ്ടാണ് എനിക്ക് കുക്കിങ്ങിനാണ് കുറച്ചൊരു മടിയുള്ളത് കേട്ടോ. അപ്പോഴാണ് കുക്കിംഗ് ഈസി ആക്കാനുള്ള വഴികളൊക്കെ ഞാൻ നോക്കൽ. അങ്ങനെയൊക്കെ നമ്മൾ തുടക്കലാണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ബാക്കി ലഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് കുളി കഴിഞ്ഞതിൻ്റെ ശേഷമാണ്. അപ്പോൾ കുളി കഴിഞ്ഞിട്ടാണ് ഞാൻ കുക്ക് ചെയ്യൽ. ഇങ്ങനെ തുടക്കുമ്പോൾ ഞാൻ എല്ലാ ഭാഗവും വേഗാണ്ട് വൃത്തിയാക്കിയിട്ട് എടുക്കലാണ്. അപ്പോൾ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ രീതികളായിരിക്കുമല്ലോ. അപ്പോൾ നമ്മളെ പണികൾ തീർക്കാനുള്ള വഴികളൊക്കെ നമ്മളൊന്ന് നോക്കി വെക്കുക. അങ്ങനെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മെഷീൻ്റെ തുണിയൊക്കെ ഞാൻ ഇട്ടിട്ടാണ് നമ്മൾ ഈ തുടക്കലും കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ നമ്മൾ കുളിക കഴിഞ്ഞപ്പോൾ ഇതിന് മെഷീനിലതും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അതങ്ങോട്ട് ഉണക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇപ്പോൾ സമയം നമുക്ക് രാവിലെ ഒരു 8:30-9 മണീൻ്റെ സമയം ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് നമ്മളതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ലഞ്ച് ഒരു അരമണിക്കൂർ കൊണ്ട് ലഞ്ച് ഉണ്ടാക്കുന്ന ഒരു രീതിയും കൂടി ഞാൻ കാണിച്ചു തരാം. പെട്ടെന്ന് തന്നെ നമുക്ക് ലഞ്ചും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് നമുക്ക് വേഗം ഫ്രീ ആയിട്ടിരിക്കാനും നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ സമയം നമുക്ക് കണ്ടെത്താം. രാവിലെ നേരത്തെ തന്നെ നമ്മളിങ്ങനെ അലക്കിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടാനും അതൊരു 3 മണിയൊക്കെ സമയമാകുമ്പോഴത്തേനും വേഗം കൊണ്ടുപോയിട്ട് നമുക്ക് മടക്കി വെക്കാനൊക്കെ ഈസിയാണ്. അപ്പോൾ നേരത്തെ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കണ്ട് നമുക്ക് ചെയ്തെടുക്കാം. ഈ പണികളും കാര്യങ്ങളൊക്കെ നമുക്ക് വേഗം എടുത്ത് തീർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുറേ ഒരു സമയം നമുക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ടൈം കിട്ടും. നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഏർപ്പെടാൻ എഴുതുന്നവരുണ്ടാവും, പിന്നെ വായനാശീലമുള്ളവരുണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മളെ കാര്യങ്ങൾക്ക് കുറച്ച് സമയം കണ്ടെത്താൻ ഈ രീതിക്കൊക്കെ പണിയെടുത്താൽ തന്നെ ശരിയാവുള്ളൂ. നമ്മൾ ഫുൾ ടൈം പണിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നിനും സമയം കിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ പിന്നെ നമുക്ക് ഇനി ലഞ്ച് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ലഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്ന് നമുക്ക് എരുന്താണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഇതിനെ എന്താ പറയുകയെന്നറിയില്ല, നമ്മളവിടെ എരുന്ത് എന്നാണ് പറയുന്നത്. ഒരു 5-6 പ്രാവശ്യം കഴുകണം വെള്ളത്തിലിട്ടിട്ട്. അപ്പോൾ ഞാൻ കഴുകിയിട്ട് കുളിക്കുന്നതിൻ്റെ മുന്നേ കുറേ പ്രാവശ്യം കഴുകി ഒന്ന് ക്ലീൻ ആക്കിയിട്ട് പിന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് പോയതായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് വെള്ളത്തിലിട്ടിട്ട് കുറേ ഇങ്ങനെ കഴുകുമ്പോൾ അതിൽ എന്തെങ്കിലും എന്താ പറയുക പൂയി നിറയും, പൂയി അങ്ങനെ മണ്ണ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊക്കെ പോകാനൊക്കെ നല്ലതാണ്. അപ്പോൾ അങ്ങനെ കുറേ പ്രാവശ്യം കഴുകി എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മളിത് കുക്കറിലൊന്ന് വേവിക്കാൻ വേണ്ടി പോവുകയാണ്. കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ടിട്ട് ഉപ്പും ഇട്ടിട്ട് നമ്മൾ ഇത് കുഴച്ചിട്ട് ഇനി വേവിക്കുകയാണ്. കുറച്ച് ഒരു വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേവിക്കുക. അപ്പോൾ നമ്മൾ ഈ സ്റ്റീലിൻ്റെ കുക്കറാകുമ്പോൾ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാനിതൊന്ന് വേവാൻ വേണ്ടി വെക്കുകയാണ്. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യേണ്ട ഒരു രീതി എന്ന് പറഞ്ഞത് ഇങ്ങനെ കേട്ടോ, വേഗം വേഗം നമ്മൾ ചെയ്തെടുക്കണ്ട, ഒന്നിനായിട്ടും സമയം നമ്മൾ കാത്തു നിൽക്കണ്ട. അപ്പോൾ അങ്ങനെ അതൊരു കുക്കറിലിട്ടിട്ട് വേവണ ഒരു സമയം കൊണ്ട് ഞാൻ അതിലേക്കുള്ള മസാല ഉണ്ടാക്കിയെടുക്കുകയാണ് ഇനി ചെയ്യുന്നത്. ആദ്യം ഞാൻ പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്, ചട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ വലിയുള്ളി അരിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ ചട്ടി ചൂടാവുന്ന സമയം കൊണ്ട് വലിയുള്ളി ഉണ്ട് കട്ട് ചെയ്തിട്ട് എടുക്കും കേട്ടോ. അങ്ങനെ ഓരോന്നായിട്ട് നമുക്കൊരു രീതി ഉണ്ടല്ലോ. അപ്പോൾ വേഗം അത് കുക്ക് ചെയ്തിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെതായ രീതിക്ക് നമുക്ക് ചെയ്തെടുക്കാം. ഇന്നലെ മീനും കാര്യമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മളൊരു പ്രിപ്പറേഷനും ഒന്നും ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അല്ലാത്ത സമയത്ത് നമ്മളെ കുക്കിംഗ് ഇങ്ങനെയാണ് കേട്ടോ, ഒന്നും ഉണ്ടാക്കി വെക്കാത്തൊരു സമയത്ത്. അപ്പോൾ നമ്മളെ ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ടായിരുന്നു, അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു, നമ്മുടെ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഉള്ളി ഒന്ന് വാടട്ടെ. ആ സമയം കൊണ്ട് അടുത്തത് നമുക്ക് അരിഞ്ഞെടുക്കാം. അപ്പോൾ തക്കാളി, പച്ചമുളക് അങ്ങനെയുള്ളതൊക്കെ ഇനി അതിക്ക് ആവശ്യമുള്ളത് അടുത്തതായിട്ട് നമ്മൾ ഇനി അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഉള്ളി ഒന്ന് വാടിയതിൻ്റെ ശേഷമാണ് എപ്പോഴും തക്കാളി ഇട്ട് കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു സമയം മതിയിട്ട്, ഉള്ളി വാടുന്ന ഒരു സമയം മതി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഭക്ഷണം ഉണ്ടാക്കലും നമ്മളെ ഈ ക്ലീനിങ്ങും ഒക്കെ നമ്മൾ തന്നെ ഒറ്റയ്ക്ക് ചെയ്യണമല്ലേ. അപ്പോൾ നമുക്ക് വേഗം പണി വേഗം തീർക്കണ രീതിയിലുള്ള ഒരുക്കത്തിലുള്ളൊരു പണി എടുക്കുക. പാത്രങ്ങൾ നിങ്ങൾക്ക് കുക്ക് ചെയ്യുന്ന സമയത്ത് നോക്കിയാൽ മനസ്സിലാവും ഞാൻ എത്ര പാത്രം ഉപയോഗിച്ചിട്ടാണ് കുക്ക് ചെയ്യണത്, എത്ര പാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് അരിഞ്ഞെടുക്കുന്നത് എന്നൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അത്രയും ഞാൻ എടുക്കണുള്ളൂ. ഇതൊന്നും അരിഞ്ഞിട്ട് വേറൊരു പാത്രത്തിൽ ഇടാനൊന്നും ഞാൻ നോക്കണില്ല. അപ്പോൾ ഉള്ളി വാടിയപ്പോൾ അതിലേക്ക് ഞാൻ തക്കാളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതവിടെ വേവട്ടെ. അപ്പോൾ അത് ഒന്ന് നന്നായിട്ട് വഴന്ന് വരുന്ന സമയം കൊണ്ട് ഇനി നമ്മൾ കുറച്ച് വഴുതനങ്ങ അതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വഴുതനങ്ങ ഫ്രൈ ചെയ്യണം. പിന്നെ നമ്മൾ എരുന്തിൻ്റെ ഇതുകൊണ്ട് റോസ്റ്റ് ഉണ്ടാവും. പിന്നെ നമുക്ക് കുറച്ച് വെണ്ട ഉപ്പേരി ഉണ്ടാക്കണം. അതാണ് ഇന്നിപ്പോൾ ലഞ്ചിന് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി വഴുതനങ്ങ കട്ട് ചെയ്യണം. അപ്പോൾ ഈ ഒരു ഞാൻ പറഞ്ഞല്ലോ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് വഴന്ന് കിട്ടുന്ന സമയം കൊണ്ട് വേഗം ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്നിനും നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കണ്ട, ഒന്നും സമയം കാത്തു നിൽക്കണ്ട, വേഗം എടുക്കാനുള്ള പണി എടുത്ത് കൊടുക്കുക. ഒരുക്കത്തോടു കൂടി നമുക്ക് കുക്കിങ്ങൊക്കെ ചെയ്യട്ടെ. അപ്പം ഒരു പാത്രം എന്തായാലും നമ്മൾ ഇങ്ങനെ കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ വെച്ച് കൊടുക്കണം. അപ്പോൾ അതിൽ നമ്മൾ ആ കത്തി
സ്പൂണ്, നമ്മളിങ്ങനെ ഇളക്കാൻ ഉപയോഗിക്കുന്ന ചട്ടകങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ വെച്ച് കൊടുക്കാനായിട്ടൊരു പാത്രം നമ്മൾ വെക്കുക. അത് കൗണ്ടർ ടോപ്പുമ്പോൾ നമ്മൾ വെക്കരുത്. കൗണ്ടർ ടോപ്പുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ വൃത്തി ഉണ്ടാവില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. പിന്നെ നമ്മളിങ്ങനെ ഈ ലിക്വിഡും കാര്യങ്ങളൊക്കെ വെച്ച് തുടച്ചെടുക്കണതല്ലേ നമ്മളെ കൗണ്ടർ ടോപ്പൊക്കെ, അപ്പോൾ അത് ഫുഡിൽ കലരാനും ചാൻസ് ഉണ്ടാവും. അപ്പോൾ ഒരു പാത്രം നമ്മൾ വെച്ച് കൊടുക്കുക, എന്നിട്ട് അതിൽ വെച്ച് കൊടുക്കുക നമ്മൾ ഈ സ്പൂണുകളും കാര്യങ്ങളൊക്കെ ഇട്ടാൽ. അപ്പോൾ നമ്മളെ ഉള്ളിയും തക്കാളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഞാൻ വെളുത്തുള്ളി ചേർത്തിട്ടില്ല, വെളുത്തുള്ളി നമ്മൾ വേവിക്കാൻ വേണ്ടി വെച്ചപ്പോൾ ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൽ നമ്മൾ ഇനി കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിട്ട്, ഒരു 1.5 സ്പൂൺ മുളക് പൊടിയും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതും നന്നായിട്ടൊന്ന് ഇങ്ങനെ പൊടികളൊന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ നമ്മുടെ എരുന്തൊക്കെ വെന്തിട്ട് അത് ഇറക്കി വെച്ചിട്ടുണ്ട്. അതിൽ ഇനി നമ്മൾ ഇതിലേക്ക് എരുന്ത് ചേർത്ത് കൊടുക്കണം. നമ്മൾ റോസ്റ്റ് ചെയ്യണം. ഇനി എരുന്ത് വെന്ത കുക്കർ എടുത്ത ഉടനെ തന്നെ ഞാൻ അതിലേക്കൊരു പാനും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഇത് വഴുതന ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ വഴുതനങ്ങ ഒന്ന് മസാല കൂട്ടിയെടുക്കുകയാണ് ഇനി ചെയ്യുന്നത്. അപ്പോൾ വേഗം കണ്ട് എടുക്കട്ടെ. അപ്പോൾ ആ പാൻ അവിടെ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഞാൻ ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും പിന്നെ ചിക്കൻ മസാല ഉപ്പിട്ടിട്ട് നമ്മളെ ഈ വഴുതനങ്ങ ഒന്ന് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വഴുതനങ്ങ ഫ്രൈ നല്ല ഇഷ്ടമാണ് എല്ലാവർക്കും. അത് ഒരു സ്കൂൾക്കൊക്കെ കൊടുത്തേക്കുമ്പോഴൊക്കെ ഇഷ്ടമുള്ളതാണ്. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കട്ടെ, ഫ്രൈ ആക്കിയിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ പാനൊക്കെ ചൂടായപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഇനി വഴുതനങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. എരുന്ത് സിമ്മിലിട്ടിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. എരുന്തിട്ട് കൊടുത്ത് നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ എല്ലാ മസാലയൊക്കെ കൂടിയും പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്, നമ്മളെ വഴുതനയിലും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എരുന്ത് കുറച്ചിങ്ങനെ സിമ്മിലിട്ടിട്ട് അങ്ങനെ കുറേ നേരം അങ്ങനെ എല്ലാം കൂടി ഇങ്ങനെ കിടന്നിരുന്ന് വേകുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ എരുന്ത് നല്ല നമ്മളെ കാൽസ്യം റിച്ചാണ് കേട്ടോ. കാൽസ്യം നല്ല ഉള്ളൊരു ഇതാണ് ഈ എരുന്ത് എന്നുള്ളത്. അത് അങ്ങനെ ഒരു വ്യാഴാഴ്ച ആയിട്ട് നമ്മളെ വീട്ടിലേക്ക് ആൾ വരും കേട്ടോ ബൈക്കിൽ ഈ എരുന്തായിട്ട്. അപ്പോൾ ഞാൻ ചില സമയങ്ങളൊക്കെ വാങ്ങലുണ്ട്. അപ്പോൾ നമ്മൾ കാൽസ്യം ഉള്ളതായ കാരണം കൊണ്ട് കഴിക്കാമെന്ന് എഴുതിയിട്ട് അങ്ങനെ വാങ്ങലുണ്ട്. നന്നാക്കി എടുക്കാനൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കാൻ കുറച്ചൊരു പ്രയാസമാണ്. ചില സമയത്ത് അങ്ങനെ നല്ല ചെറുതാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങലുമില്ല. അങ്ങനെയൊക്കെയാണ് നമ്മൾ. പിന്നെ അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയായിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ നമ്മൾ സിമ്മിലിട്ടിട്ട് എരുന്തങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ആ സമയം കൊണ്ട് ഇനി വഴുതനങ്ങയൊക്കെ ഫ്രൈ ആയി വരുന്ന സമയം കൊണ്ട് വെണ്ട അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഞാൻ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് വെണ്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള. നമ്മൾ എരുന്ത് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വേഗം ഒന്ന് നമ്മളുടെ ഇറക്കുമ്പോൾ ഒന്ന് വേഗം വെച്ച് കൊടുക്കുക. അപ്പോൾ ആ പാന് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് വേഗം ഉണ്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയും ചെയ്യാം. അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യലിട്ടാ. അപ്പോൾ അങ്ങനെ നമ്മൾ പാൻ ചൂടാകുമ്പോഴത്തേക്കും ഞാനൊരു വലിയ ഉള്ളി ആദ്യം കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്, നമ്മൾ വെണ്ടയിലേക്കുള്ളത്. പണികളിലെ എളുപ്പവഴികൾ നമ്മൾ തന്നെ കണ്ടെത്തട്ട. അപ്പോൾ ഒരു പണിയും ഭാരമുള്ളതല്ല. അപ്പോൾ ഭാരമായിട്ട് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ പാന് ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ കടുകൊക്കെ പൊട്ടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആ കടുക് പൊട്ടുന്ന സമയം കൊണ്ട് വേഗം ഓരോന്നായിട്ട് ആക്കുന്നുണ്ട്. ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ. ഇനി നമ്മൾ വെണ്ട കട്ട് ചെയ്തെടുക്കാറുണ്ട്. ഉള്ളി ഒന്ന് വഴന്ന് വരണം, എന്നിട്ടാണ് വെണ്ട ഇട്ട് കൊടുക്കുക. അപ്പോൾ സ്പീഡിൽ തന്നെ നമുക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഞാൻ വളരെ സ്ലോ ആയിട്ട് കുക്ക് ചെയ്തിരുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് തോന്നൂട്ടാ എങ്ങനെയാണ് ഇവരൊക്കെ എത്ര പെട്ടെന്ന് സ്പീഡിൽ കുക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ക്ലീൻ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ എനിക്ക് അങ്ങനെ തോന്നലുണ്ട്. അപ്പോൾ ഞാൻ ചിന്തിച്ച് ഇതൊക്കെ ഇങ്ങനെ കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വേഗം നമുക്കുണ്ട് അതുകൊണ്ട് വേവിച്ചെടുക്കേണ്ട ഒരു ആവശ്യമല്ലേ വരുള്ളൂ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ പ്രിപ്പറേഷൻസ് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ അത് ചെയ്തിട്ട് അങ്ങനെ ശീലമായിട്ട് നമ്മളതുകൊണ്ട് വേഗം കുക്ക് ചെയ്തിൽ തുടങ്ങിയപ്പോൾ ഞാൻ ചെയ്ത് തുടങ്ങി. പിന്നെ ചെയ്യാത്ത സമയത്ത് ഇതുപോലെ വേഗം ഒന്നിനും സമയം മാറ്റി വെക്കാതെ, അല്ലെങ്കിൽ കുക്കിങ്ങിൻ്റെ ഇടയിൽ വേറെ പണിക്കൊന്നും പോവില്ല. അപ്പോൾ അത് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ വേഗം അതിൻ്റെതായ സാധനങ്ങൾ കട്ടിങ് ചെയ്യലും അത് വെച്ചെടുക്കലും അത് ഇട്ടുകൊടുക്കലൊക്കെ അങ്ങനെ ശീലമായി. വഴുതന നമ്മൾ ഫ്രൈ ആയപ്പോൾ അത് കണ്ട് മാറ്റി വെക്കുന്നുണ്ട്. സെക്കൻഡ് ട്രിപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വേഗം ആക്കിയെടുക്കുക. കുക്കിങ്ങിൻ്റെ പണിയൊക്കെ അപ്പോൾ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രിഡ്ജൊന്ന് ക്ലീൻ ചെയ്തെടുക്കാണ്ട്. ഫ്രിഡ്ജിൽ നമ്മൾ പച്ചക്കറി കൊണ്ടുവരുന്ന സമയത്തൊക്കെ ഞാൻ ഫ്രിഡ്ജൊന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചിട്ടാണ് പിന്നെ കൂടുന്നത് ഞാൻ വെച്ച് കൊടുക്കുള്ളൂ. അപ്പോൾ അതൊന്ന് ഇനി ശരിയാക്കി എടുക്കാൻ വേണ്ടി അപ്പോൾ ഇന്നലെ പുറത്ത് പോയപ്പോൾ കുറച്ച് പച്ചക്കറി ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഫ്രിഡ്ജൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്ത്
അതിലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഫസ്റ്റ് അങ്ങോട്ട് പുറത്തേക്ക് വെക്കും. അപ്പോൾ ഫ്രിഡ്ജ് എപ്പോഴും നീറ്റായിട്ടും ക്ലീനായിട്ടിരിക്കാനും എങ്ങനെയാണ് നമ്മൾ സാധനങ്ങൾ വെച്ചെടുക്കേണ്ടത്, എങ്ങനെയാണ് നമ്മളതിൽ സാധനങ്ങൾ എടുക്കേണ്ടത്, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജ് എപ്പോഴും നീറ്റായിട്ടും ക്ലീനായിട്ടും ഇരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലുള്ള ഇതൊന്നും എടുത്തിട്ടല്ല ഞാൻ തുടച്ചെടുക്കുന്നത്. ഞാനിങ്ങനെ ഒന്ന് അതേപോലെ ഹാൻഡ് വാഷാണ് സ്പ്രേ ബോട്ടിലാക്കിയിട്ടുള്ളത്. അത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തളിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ തുടച്ചെടുക്കുകയാണ് ഇനി ചെയ്യുന്നത്. ഇതിൻ്റെ ഉള്ളിലെ ഈ തട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് ക്ലീൻ ചെയ്യേണ്ട ആവശ്യം എപ്പോഴാണ് വരുന്നതെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ സാധനങ്ങൾ വെക്കണ രീതിക്കനുസരിച്ചിട്ടാണ്, നമ്മൾ എടുക്കണതും വെക്കണ ഒരു രീതിക്കനുസരിച്ചിട്ടാണ് നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ നീറ്റാണോ അല്ലെങ്കിൽ ക്ലീൻ ആണോ എന്ന് ഇരിക്കണ കാര്യം. എന്ത് സാധനങ്ങൾ വെക്കുമ്പോഴും നമ്മൾ വൃത്തിയിൽ വെക്കാനും പാത്രങ്ങളുടെ പുറത്തൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയതിൻ്റെ ശേഷം മാത്രം നമ്മൾ വെക്കുക. ഇനി എടുക്കുമ്പോഴും അതേ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യട്ടോ. അങ്ങനെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഒന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മളത് തട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് കഴുകേണ്ട ആവശ്യമൊന്നും വരില്ല. അപ്പോൾ ഞാൻ പിന്നെ വെജിറ്റബിൾ കൊണ്ടുവരും എപ്പോഴും കുറേശ്ശേ കൊണ്ടുള്ളൂ. അപ്പോൾ അത് എടുക്കാനും അത് ക്ലീൻ ചെയ്യാനൊക്കെ എനിക്ക് ഈസി ആയിരിക്കും. കുറേ ഒന്നും നിൽക്കില്ല. അപ്പോൾ അത് കുറേ നമ്മൾ വെജിറ്റബിൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഴിയുന്നവരെ നമ്മൾ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് പിന്നെ ഫ്രിഡ്ജൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോകുമല്ലേ. അപ്പോൾ അങ്ങനെയല്ല, ഒരാഴ്ചക്കുള്ള വെജിറ്റബിളാണ് ഞാൻ കൊണ്ടല്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആഴ്ചയിൽ തന്നെ ഞാൻ ക്ലീൻ ചെയ്തതിൻ്റെ ശേഷമാണ് പിന്നെ കൊടുന്ന സാധനങ്ങൾ വെക്കുക. അപ്പോൾ എപ്പോഴും നമ്മൾ ഈ നമ്മളെ പച്ചക്കറികൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പച്ചക്കറി ബോക്സ് ഉണ്ടെങ്കിൽ ആ പച്ചക്കറികൾ ഡയറക്റ്റായിട്ട് അങ്ങോട്ട് ആ ബോക്സിൽ ഇട്ട് കൊടുക്കും. അങ്ങനെ ചെയ്യരുത്. നമ്മൾ ഇതുപോലെ എന്തെങ്കിലും ഒരു കവറുകളിൽ ഓരോന്ന് സെപ്പറേറ്റ് ആക്കി വെക്കുക. എന്നിട്ടൊന്ന് റാപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു വെജിറ്റബിൾ ബോക്സിലേക്ക് അല്ലെങ്കിൽ പച്ചക്കറി ആ ഒരു അതിലേക്ക് ബോക്സിലേക്ക് നമ്മൾ വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഒന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ഓരോന്ന് എടുക്കുമ്പോഴും കവറിൽ നിന്നാണ് എടുക്കുക. അപ്പോൾ അത് അങ്ങനെ വെച്ച് കൊടുക്കുന്ന ഒരു രീതിക്കനുസരിച്ചിട്ടാണ് എപ്പോഴും നമ്മൾ ഫ്രിഡ്ജ് ക്ലീനായിട്ട് കിടക്കുള്ളൂ. പിന്നെ ഓരോ തവണ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എന്തെടുക്കുമ്പോഴും ആ ബോക്സ് തിരിച്ചതിലേക്ക് വെക്കുമ്പോഴും അതിൻ്റെ അടിഭാഗമൊക്കെ ഒന്ന് തുടച്ചിട്ട് ഒന്ന് സൈഡും അടിയൊക്കെ തുടച്ചിട്ട് വൃത്തി പോലെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോഴും നമുക്ക് അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ നമുക്ക് എപ്പോഴും ഇത് എടുത്ത് ക്ലീൻ ചെയ്യണ്ടേ അല്ലെങ്കിൽ ഇതാക്കേണ്ട ആവശ്യമൊന്നും വരില്ല. അപ്പോൾ പിന്നെ നമ്മൾ ഈ ഒരു ഇതൊക്കെ ഉണ്ടാവുമല്ലോ, എന്താ നെയ്യ് പിന്നെ ചീസ് അങ്ങനെയുള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഒരു ബോക്സിലാക്കി വെക്കുക. ഫ്രിഡ്ജിൽ നമുക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റിയ ചെറിയ ബോക്സുകൾ വാങ്ങുക. ഇതുപോലെയുള്ള ചെറിയ ബോക്സുകൾ വാങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രിഡ്ജിനുള്ളിൽ ഒരുക്കത്തോടെ തന്നെ ഇരിക്കാനും പറ്റും. പിന്നെ കറികളൊക്കെ ഒഴിച്ചു വെക്കാനൊക്കെ പറ്റിയ ചെറിയ ബോക്സുകളാക്കി വാങ്ങട്ടോ. അപ്പോൾ അത് നമുക്കിങ്ങനെ ഒതുക്കി വെക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഞാൻ മുട്ട കൊടുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കഴുകിയിട്ട് തുടച്ച് വെക്കട്ടോ, അതും നല്ലതാണ്. അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കുട്ടികളൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് എടുക്കുമ്പോഴൊക്കെ അവർ കഴുകാതെ മുട്ട പൊട്ടിക്കണ ഇത് വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കഴുകിയിട്ടൊന്ന് തുടച്ചിട്ടാണ് വെക്കൽ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ കറികൾ എപ്പോഴും നമ്മൾ ഒഴിച്ചിട്ട് ബാക്കി വരുന്ന ബാലൻസ് വരുന്നുള്ളത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമല്ലോ. അപ്പോൾ അത് ഇതുപോലെയുള്ള ചെറിയ ബോക്സിലാക്കിയിട്ട് ഒന്ന് തുടച്ചിട്ട് ബോക്സൊക്കെ നന്നായിട്ട് തുടച്ചിട്ട് വെക്കട്ടെ. എപ്പോൾ എന്ത് സാധനം എടുക്കുമ്പോൾ ആ ബോക്സ് തുടച്ചതിന് ശേഷം വെക്കുക. അപ്പോൾ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ ഞാനിങ്ങനെ കഴുകലില്ല, ജസ്റ്റ് ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ തുടച്ചതിന് ശേഷം ഫ്രൂട്ട്സ് ബാസ്ക്കറ്റാണ്. അപ്പോൾ ഫ്രൂട്ട്സ് ഞാൻ കഴിയുന്നതും പുറത്താണ് വെക്കൽ. ഇങ്ങനെ കുറച്ചൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ വെക്കലുള്ളൂ. അങ്ങനെ അപ്പോൾ ഇനി നമ്മളൊന്ന് ജസ്റ്റ് ഇതേപോലെ ഒന്ന് തുടച്ചിട്ട് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. എന്നിട്ട് ഞാൻ അത് ഒക്കെ അതിലേക്ക് തന്നെ വെക്കണം, ബോക്സുകളും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ വെക്കണം. അപ്പോൾ ഒന്ന് ഓർഗനൈസ്ഡ് ആയിട്ട് ഒന്ന് വൃത്തി പോലെ വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജ് എപ്പോഴും നീറ്റായിരിക്കും. ഫ്രിഡ്ജിന് തുറക്കുമ്പോൾ നല്ല വൃത്തിയായിട്ട് കാണും എപ്പോഴും നമുക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ പെട്ടെന്ന് എടുക്കേണ്ട സാധനങ്ങളൊക്കെ ഓപ്പണായിട്ട് വെക്കണം നല്ല കേട്ടോ. നമ്മൾ തക്കാളി, പച്ചമുളക്, പിന്നെ കുട്ടികൾക്ക് കൊടുക്കാനുള്ള മിഠായി അങ്ങനെയൊക്കെ ഞാനിങ്ങനെ തുറന്ന് ഇതാണ് വെക്കൽ. അടപ്പില്ലാത്തതിലൊക്കെ വേഗം എടുക്കേണ്ട രീതിക്കുള്ളതൊക്കെ. അങ്ങനെയൊക്കെ നമ്മുടെ ഫ്രിഡ്ജ് ഓർഗനൈസിങ് ഒക്കെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യട്ടോ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് കുഞ്ഞു ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. കമൻസുകൾ അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെയും എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.